Hi everybody, today I am going to take a new class of division operation in the case of rational numbers. In the previous class, we studied about subtraction in the case of rational numbers. So, moving on to problems. First problem is evaluate 1 divided by 1 by 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1 divided by 1 by 3. ഇതെങ്ങനെ ഇതാ 1 എന്ന് പറയുമ്പോൾ 1 by 1 divided by 1 by 3 മാറ്റി എഴുതണം. സോ ഡിവിഷൻ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യുന്ന നമ്പർ, അതായത് 1 by 1 divided by 1 by 3 എന്നല്ലേ. അപ്പൊ എങ്ങനെയായി പോവും? 1 by 1 into 3 by 1 now. കാരണം നമ്മൾ ജസ്റ്റ് ഈ നമ്പറിന്റെ റിവേഴ്സ് എടുക്കുക. അപ്പൊ എന്താവും? ഈ വണ്ണും ക്യാൻസൽ ആയിപ്പോവും. സോ ആൻസർ ഈസ് 3. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1ന്റെ ഡിനോമിനേറ്റർ 1 തന്നെയാണ് സാധാരണ ഡിവിഷൻ. അപ്പോൾ നമ്മൾ 1 by n ഡിവൈഡ് ബൈ 1 by 3 എന്നാവുമ്പോൾ ഈ 3 ന്യൂമറിലോട്ട് പോവും. ആൻസർ നമുക്ക് 3 എന്ന് കിട്ടും. Moving on to second question. Minus 7 by 11 divided by minus 3 by 44. Minus 7 by 11 divided by minus 3 by 44. ഇതെങ്ങനെ ചെയ്യാം? Minus 7 by 11 into 44 by 3. ഞാൻ ആ സ്റ്റെപ്പ് ഒഴിവാക്കി ഡിവൈഡഡ് ബൈ മൈനസ് 3 by 44 ഞാൻ എന്ത് ചെയ്തു? ഈ 44 ന്യൂമറേറ്ററിൽ ഇട്ടു. ശരിയായില്ലേ? എന്ത് ചെയ്യും? 11 4 ആയിട്ട് 4. സോ മൈനസ് 28 by 3 എന്നുള്ളതാണ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Third question, divide 3 by 1 by 3. എന്ത് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? 3നെ 1 by 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക? ഇതെങ്ങനെ ചെയ്യണം? 3യുടെ ഡിനോമിനേറ്റർ എന്താണ്? 1 അല്ലേ? 3 by 1 divided by 1 by 3. അപ്പൊ എന്ത് പോവും? 3 by 1 into 3 by 1. അതായത് 9 ആണ് നമ്മുടെ ആൻസർ. ഒന്നുമില്ല, ഈ 3നെ 1 by 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ? 3യുടെ ഡിനോമിനേറ്റർ 1 ആണ്. 3 by 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 by 3. ആൻസർ എന്താണ്? 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവൈഡ് 0 by 7 by minus 9. 0നെ 7 by minus 1 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? എന്താ ചെയ്യുക? 0 by 1 into minus 9 by 7. 0നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 0 ആണ് നമ്മുടെ ആൻസർ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രോഡക്റ്റ് ഓഫ് two rational numbers is minus 2 if one of them is 4 by 7. Find the other. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. The product of two rational numbers is minus 2 if one of them is 4 by 7. Find the other. രണ്ട് റാഷണൽ നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് -2 ആണ് കിട്ടുന്നത്. അതിലൊരു റാഷണൽ നമ്പർ 4 by 7 ആണെങ്കിൽ അത് റാഷണൽ നമ്പർ എന്താണെന്നുള്ളതാണ് ക്വറി. അപ്പൊ എന്ത് വരും? 4 by 7 ഇൻറ്റു അൺനോൺ നമ്പർ ഞാൻ എക്സ് ആക്കി എടുത്തു ഇൻറ്റു എക്സ് ഈക്വൽ ടു -2. എക്സ് എന്ന് പറഞ്ഞാൽ -2 divided by 4 by 7. അതായത് -2 into 7 by 4. അതായത്
മൈനസ് 7/2 ആണ് ആൻസർ. ഒന്നുമില്ല, രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് -2 ആണ്. അതിൽ ഒരു റാഷണൽ നമ്പർ 4/7 ആണ്. ഫൈൻഡ് ദ അതർ നമ്പർ. അപ്പൊ അതിന് ഞാൻ അൺനോൺ നമ്പർ x ഇൻറ്റു 4/7 ഈക്വൽ ടു -2, x കണ്ടുപിടിച്ചു, -7/2. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. By what number must -3/4 be multiplied so that the product is -9/16? എന്താണ് ക്വസ്റ്റ്യൻ? ഏത് നമ്പറിന്റെ കൂടെ -3/4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രൊഡക്റ്റ് -9/16 കിട്ടുന്നത്? അപ്പോ എങ്ങനെ എഴുതണം? -3/4 ഇൻറ്റു എക്സ്, അതായത് ഒരു അൺനോൺ നമ്പറിന്റെ കൂടെ -3/4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് -9/16 ആണ്. സോ എക്സ് കാണാൻ എന്ത് ചെയ്യണം? -9/16 ഇൻറ്റു 4/3. മൈനസും മൈനസും പോയി. സോ എക്സ് എത്ര വരിക? ഇവിടെ 4ൽ 4 വട്ടം, 3 സോ 3/4 ആണ് എൻ്റെ ആൻസർ. അതായത് എന്താ നമ്മൾ പറയുന്നത്? ഒരു അൺനോൺ നമ്പറിന്റെ കൂടെ -3/4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ആൻസർ -9/16 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? -3/4ന്റെ കൂടെ അൺനോൺ നമ്പറായ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് -9/16 കിട്ടി. സോ എക്സ് സോൾവ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3/4 എന്നാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Sixth question. Divide the sum of 5/8 and -11/2 by the difference of 3/7 and 5/14. അതായത് in the question, divide the sum of 5/8 and -11/2 by the difference of 3/7 and 5/14. അതായത് ഈ രണ്ട് റാഷണൽ നമ്പറിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ ഈ രണ്ട് റാഷണൽ നമ്പറിന്റെ ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ ചെയ്യണം: 5/8 പ്ലസ് -11/2 ഡിവൈഡഡ് ബൈ 3/7 മൈനസ് 5/14. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 8ന്റെയും 2ന്റെയും എൽസിയം കണ്ടു. കാരണം ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. സോ ഞാൻ 2 എടുത്തു, 4 and 1, 4 എടുത്തു, 1 and 1. അപ്പൊ എൽസിയം എന്ന് പറയുന്നത് 8 ആയിട്ട് കിട്ടി. 8 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 1. ആ സെയിം നമ്പറിനെ ഞാൻ ന്യൂമറേറ്റർ ചെയ്തു, 5 × 1 കിട്ടി. പ്ലസ് 2 8 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 4. ആ സെയിം നമ്പർ തന്നെ ഞാൻ ന്യൂമറേറ്റർ ചെയ്തു, -11 × 4 ഡിവൈഡഡ് ബൈ, നമുക്ക് ഡിഫറൻസിന്റെ എൽസിയം കാണാം. 7ഉം 14ഉം ആണ്. അപ്പൊ അതിന്റെ എൽസിയം നോക്കുമ്പോൾ 7 എടുത്തു, 1 and 2, 2 എടുത്തു, 1 and 1. എൽസിയം 14 വന്നു. എൽസിയം ഞാൻ 14 എടുത്തു. 7 14 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 2. ആ സെയിം നമ്പർ തന്നെ ഞാൻ ന്യൂമറേറ്റർ ചെയ്തു, 3 × 2 മൈനസ് 14 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 1. ആ സെയിം നമ്പറിനെ ഞാൻ ന്യൂമറേറ്റർ ചെയ്തു, 5 × 1 എന്നായി. ഞാൻ ഇവിടത്തൊക്കെ മാറ്റിയാണ്. അപ്പൊ ഇനി ഇവിടെ നിൽക്കാം. എന്താ അവന്റെ ആൻസർ? ദാറ്റ് ഈക്വൽ ടു
5 minus 11 into 4 ആണ് minus 44/8. ഈ ഹോൾ ഡിവൈഡ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഈ 14 ഞാൻ ന്യൂമറേറ്ററിൽ കൊണ്ടുപോവാണ്. ഇൻറ്റു 14 ബൈ 3 into 2 6 6 minus 5 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോ 544 അപ്പൊ എന്ത് വരും? 39/8 into 40 അല്ലേ? സോ 8 ഞാൻ എന്തിൽ ചെയ്തു? ഞാൻ 2 ചെയ്തു. അപ്പൊ 4 വന്നു, ഇവിടെ 7 വന്നു. 7 into 3 21 ആണ്. സോറി, 7 into 3 21 ആണ്. 21 പ്ലസ് 6 എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് 273/4 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഒന്നുമില്ല, ഡിവൈഡ് ദി സം ഓഫ് 5/8 പ്ലസ് 11 പ്ലസ് മൈനസ് 11/12. അപ്പൊ സം 5/8 പ്ലസ് മൈനസ് 11/12 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് 3/7 ആൻഡ് 5/14. അപ്പൊ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 3/7 മൈനസ് 5/14 ചെയ്തു. സെപ്പറേറ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് സോൾവ് ചെയ്തു. രണ്ടിനും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് എൽസിയം കണ്ടു. എനിക്ക് കിട്ടിയ ആൻസർ മൈനസ് 273/4. ഈ ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാം. കോസ്റ്റ് ഓഫ് 3/2/5 meter of cloth is rupees 88 1/2. What is the cost of 1 meter of cloth? എന്താണ് ക്വസ്റ്റ്യൻ? Cost of 3/2/5 meter of cloth is rupees 88 1/2. What is the cost of 1 meter of cloth? So 3/2/5 മീറ്ററിന്റെ കോസ്റ്റ് 88 1/2 റുപ്പീസ് ആണ് അല്ലേ? സോ 1 മീറ്ററിന്റെ കോസ്റ്റ് എത്രയാണ്? അപ്പൊ 3/2/5 ഞാൻ മാറ്റി ഇതാണ്. എങ്ങനെയാണ്? 5 into 3 15. അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഫ്രാക്ഷൻ ആക്കാണ്. ഇപ്പൊ എന്ത് ചെയ്യണം? 5 into 3 15. 15 plus 2 17/5 മീറ്ററിന്റെ കോസ്റ്റ് 2 into 88. അപ്പൊ എന്ത് വരും? 2 into 8 16. 2 into 8 16. 176 plus 1 177/2 റുപ്പീസ് ആണ്. സോ 1 മീറ്ററിന്റെ എത്രയാണ്? എന്താ ചെയ്യാ? അതായത് 1 into 177/2 divided by 17/5 അല്ലേ? അതായത് 177/2 into 5/17. അപ്പോ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും ആൻസർ. അതായത് 885 ഡിവൈഡഡ് ബൈ 34 എന്ന് കിട്ടും. ഈ 885 ഡിവൈഡഡ് ബൈ 34 എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലാക്കുമ്പോൾ നമുക്ക് കിട്ടുക 26 1/34 എന്നാണ്. ഇത്രയേ ഉള്ളൂ. നമ്മളോട് ചോദിക്കുന്നത് 3/2/5 മീറ്ററിന്റെ ക്ലോത്തിന്റെ കോസ്റ്റ് 88 1/2 റുപ്പീസ് ആണ്. സോ 1 മീറ്ററിന് എത്രയാണെന്നാണ്. അപ്പൊ ഞാനിത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇതുകൊണ്ട് ഫ്രാക്ഷനിലോട്ട് മാറ്റി. അതൊന്നുമില്ല. 5 into 3 15 plus 2 17. 17/5 meter equal to 177/2 റുപ്പീസ്. സോൾവ് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് 885/34 എന്നായി. വീണ്ടും ഞാൻ മിക്സഡ് ഫ്രാക്ഷനിലാക്കി 26/1/34 റുപ്പീസ് എന്നാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിവിഷൻ എന്ന ഓപ്പറേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇതിൻ്റെ നോട്ട്സും ഇതിനോട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്ലാസ്സിൻ്റെ നോട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ലിങ്ക് ആക്സസ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ട് കിട്ടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.